ടാസ്കിലേക്കുള്ള ടീം തെരഞ്ഞെടുപ്പിൻ്റെ അടിപിടിയും നിമിഷയുടെ തിരിച്ചുവരവും എല്ലാം കഴിഞ്ഞ് BBTV എന്ന ടാസ്കിന് തുടക്കമായി. ആദ്യം തന്നെ റോൺസൺ, നവീൻ, ബ്ലെസ്ലി, നിമിഷ എന്നിവർ ചേർന്ന് നടത്തിയ ഒരു ടാസ്ക്കാണ്. അതിൽ റോൺസൺ ഭാവിയൊക്കെ പ്രവചിക്കുന്ന ഒരു ജ്യോത്സ്യനായിട്ടാണ് എത്തിയത്. നവീനാകട്ടെ റോബിൻ്റെ ഒരു സ്പൂഫുമായിട്ട് വന്നു. ബ്ലെസ്ലി അശ്വിൻ്റെ ഒരു ക്യാരക്ടറുമായിട്ടാണ് എത്തിയത്. ഇതിൽ റോൺസണും നവീനും നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറയാം. റോൺസൻ്റേത് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ പ്രതീക്ഷിക്കാത്ത ആളുടെ അടുത്തു നിന്നും ഉണ്ടായതുകൊണ്ടും ആകാം. എന്തായാലും റോൺസൺ തനിക്ക് കിട്ടിയ റോൾ അതിഗംഭീരമായി തന്നെ അഭിനയിച്ചു ബലിപ്പിച്ചു. ജിമ്മന്മാരൊക്കെ ഇങ്ങനെ സ്കിറ്റ് കളിക്കുമെന്ന് പ്രേക്ഷകരും പ്രതീക്ഷിച്ചു കാണില്ല. അത് കഴിഞ്ഞ് നവീൻ ഡോക്ടർ റോബിൻ്റെ ഒരു സ്പൂഫുമായി വന്ന് തകർത്താടിയെന്ന് പറയാം. റോബിൻ്റെ ഓരോ ചലനങ്ങളും ചില സംഭാഷണങ്ങൾ പോലും വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ലായിരുന്നു നവീനും. ഇതിൻ്റെ കൂടെ ബ്ലെസ്ലിയും ഒട്ടും മോശമല്ലാതെ തന്നെ പെർഫോം ചെയ്തുവെന്ന് പറയാം. ഇതിനുശേഷം ശാലിനി, അശ്വിൻ, സൂരജ്, ഡേസി എന്നിവരുടെ ടീമിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ ശാലിനിയുടെ പെർഫോമൻസ് മികച്ചു നിന്നു എന്ന് തന്നെ വേണം പറയാൻ. അശ്വിനും സൂരജും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇതിൽ പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഈ പറഞ്ഞ രണ്ട് ടീമുകൾക്കും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം പെർഫോം ചെയ്യാനെത്തിയത് റോബിൻ, ജാസ്മിൻ, ദിൽഷ, സുചിത്ര എന്നിവരാണ്. അവരതിൽ അവതരിപ്പിച്ചത് ഒരു ന്യൂസ് ചാനലിൽ നടക്കുന്ന ചർച്ചകളും ബഹളങ്ങളുമൊക്കെയാണ്. മറ്റു രണ്ട് ടീമുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര വിജയകരമായിരുന്നില്ല ഇവരുടെ പെർഫോമൻസ് എന്നും പറയാം. എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് പെർഫോം ചെയ്തത് അഖിലിൻ്റെ ടീമാണ്. ഓഷ്യാനിക് മീഡിയയെ പോലെ തന്നെ പ്രേക്ഷകരും ഉറ്റുനോക്കിയിരുന്ന ഒരു പെർഫോമൻസ് ആകും ഇവരുടെ എന്ന് വേണം പറയാൻ. കാരണം അങ്ങനെ ഒരു സീനായിരുന്നല്ലോ ലക്ഷ്മിപ്രിയ ഒക്കെ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയത്. തനിക്ക് അഖിലിൻ്റെ ടീമിൽ വേണം, ഞങ്ങൾ ഇങ്ങനെ ഒരു അവസരം വന്നാൽ ഒരു പെർഫോമൻസ് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു എന്നുമൊക്കെ. അതുകൊണ്ട് ഒരു ഓവർ പ്രതീക്ഷകളൊക്കെയായി ആണ് അഖിലിൻ്റെ ടീം എത്തിയത്. ഒരു ന്യൂസ് ചാനൽ ചർച്ച തന്നെയായിരുന്നു. പെർഫോം ചെയ്തത് അഖിൽ, ധന്യ, അപർണ, ലക്ഷ്മിപ്രിയ എന്നിവരാണ്. ഇതിൽ ധന്യയും അഖിലും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു എന്നും നമ്മൾക്ക് പറയാം. അതിലപ്പുറം പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല താനും. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലെ കുറച്ച് ടാസ്കുകൾ കൂടി നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് അഖിലിൻ്റെ ടീം അവതരിപ്പിച്ച ബിഗ് ബോസ് ടീമിൻ്റെ ഒരു സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, കണ്ടസ്റ്റൻസിനെ അവർ കാണുന്ന രീതികൾ, ഷൂട്ടിങ്ങും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാസ്ക്. അഖിലിൻ്റെ ഒരു 1 മാൻ ഷോ എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. തനിക്കൊരു സ്പേസ് കിട്ടിയാൽ അവിടെ തകർത്തു വാരും എന്നത് അഖിൽ വീണ്ടും തെളിയിച്ചു. ആ ഒരു പ്രകടനത്തിന് 5 സ്റ്റാർ റേറ്റിംഗും കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പരിപാടിയുമായി കണക്ട് ചെയ്ത് സൂരജിൻ്റെ ടീമിൻ്റെ ടാസ്കും വളരെ മികച്ചു നിന്നു എന്ന് വേണം പറയാൻ. സൂരജ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എന്നും പറയാൻ സാധിക്കും. അടുത്തത് റോബിൻ, ജാസ്മിൻ, ദിൽഷ, സുചിത്ര എന്നിവർ ലക്ഷ്മിപ്രിയ, ശാലിനി എന്നിവരുടെ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഒരു ടാസ്ക്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി എന്നല്ലാതെ ഒരു ബെറ്റർ പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ രസകരമായ ഒരു ടാസ്ക് ചെയ്തത് നമ്മുടെ റോൺസൻ്റെ ടീമാണ്. ശാലിനി അന്യഗ്രഹത്തിൽ പോയിരിക്കുന്നതും അത് കഴിഞ്ഞ് ലക്ഷ്മിപ്രിയയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ച് രസകരമായ ഒരു ടാസ്ക് ആയിരുന്നു ചെയ്തിരുന്നത്. അടുത്തത് അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയ ടാസ്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൊള്ളാവുന്ന ടാസ്ക് എന്നോണം നമ്മുടെ റോൺസൻ്റെ ടീമിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അശ്വിൻ്റെ ഇന്നർ വെയർ കുരങ്ങന്മാർ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനുള്ളിൽ ഒരു സംസാരമുണ്ടായല്ലോ. അതിനെ ബേസ് ചെയ്ത് അവരൊരു ടാസ്ക് ചെയ്തു. സംഭവം ഇന്നർ വെയർ ഒക്കെ കാണിച്ച ഒരു ടാസ്ക് ആയിരുന്നെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് ആണല്ലോ. വളരെ രസകരമായി തന്നെ ചെയ്തു എന്ന് പറയാം. ചിരിച്ച് ഊപ്പാട് തെറ്റിയെന്നും പറയാം. വീക്ക്ലി ടാസ്കിന്റെ ആദ്യ ദിനം നോക്കുമ്പോൾ മികച്ചു നിന്ന ടീം ഏതാണെന്ന് പറഞ്ഞാൽ ഒന്നാമതായി റോൺസന്റെ ടീം തന്നെയാണ് നന്നായി ചെയ്തത് എന്ന് പറയാൻ സാധിക്കും. രണ്ടാമത് അഖിലിൻ്റെ ടീമും, മൂന്നാമത് സൂരജിൻ്റെ ടീമും, നാലാമതായി ദിൽഷയുടെ ടീമും എന്നാണ് തോന്നിയത്. പ്രേക്ഷകർക്ക് കൂടുതൽ അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇനി നമ്മൾ നല്ല പെർഫോമൻസ് ചെയ്തത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ റോൺസൺ, നവീൻ, അഖിൽ എന്നിവരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് എന്ന് പറയാൻ സാധിക്കും. അഖിലൊക്കെ ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. റോൺസൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിലും പറയാം. അത്ര ഗംഭീരമായി തന്നെ തൻ്റെ റോൾ അവതരിപ്പിച്ചു റോൺസൺ. ഇതോടൊപ്പം തന്നെ സൂരജ്, ശാലിനി എന്നിവരും തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു.